RSS നേതാവ് TG മോഹൻദാസിന്റെ ജാമ്യത്തിൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ ACJM കോടതി. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ പരാജയമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ACJM കോടതി ഉത്തരവിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധം. TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും തള്ളിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഈ TG മോഹൻദാസിനെ ഏറെ പരാതികൾ ഉയർന്നിട്ടും ഏറെ വിമർശനങ്ങൾ ഉയർന്നിട്ടും കഴിഞ്ഞ ദിവസമാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പോലീസിന്റെ വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. എന്താണ് കോടതി വ്യക്തമാക്കിയത്? അവന്തിക, പ്രധാനമായും TG മോഹൻദാസിന്റെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഈ പറയുന്നത് പോലെ തന്നെ, അതായത് കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു, തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നത്. ഈ ജാമ്യം ലഭിക്കുന്നതിലേക്ക് ഇടയാക്കിയത് അത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കോടതി തന്നെ അതിൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കോടതി പറയുന്നത് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ വലിയ വീഴ്ച തന്നെയാണ്. കാരണം നോട്ടീസ് നൽകാത്തത് കാരണം നോട്ടീസ് നൽകി മാത്രമേ ഇങ്ങനെയുള്ള കേസുകളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് നിയമ നടപടികൾ പ്രകാരം മാത്രമായിരിക്കണം. പക്ഷേ ഇവിടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നിയമ നടപടികൾ പാലിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് പറയുന്നത്. നോട്ടീസ് നൽകുക എന്നുള്ളത് ഒരു പൊതു നിയമമാണ്. അറസ്റ്റ് ഉണ്ടാകേണ്ടത് ചില അപൂർവം സാഹചര്യങ്ങളിലാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രതി നോട്ടീസ് നൽകിയാൽ ഒളിവിൽ പോകും എന്നുള്ളതായിരുന്നു പോലീസ് വാദിച്ചത്. പക്ഷേ അത് കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും പ്രതി ആ രീതിയിൽ, അതായത് നോട്ടീസ് നൽകിയാൽ ഒളിവിൽ പോകും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നോട്ടീസ് നൽകുന്ന നടപടി അത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. കാരണം 7 വർഷത്തിൽ കുറവ് ശിക്ഷ അനുഭവിക്കുന്ന കേസുകളാണെങ്കിൽ നിർബന്ധമായും നോട്ടീസ് നൽകിയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കോടതി പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളൊരു പോലീസിന്റെ ആവശ്യം, അതും കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതിൽ പറയുന്നത് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ തെളിവുകളും ശേഖരിച്ചു എന്നുള്ളത് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ വാങ്ങേണ്ടത് എന്നുള്ളൊരു ചോദ്യം, മറുചോദ്യം തന്നെയാണ് കോടതി പോലീസിനോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് SDPI നേതാവിന്റെ പരാതിയിൽ കേസെടുത്തു എന്നുള്ള കാര്യം കോടതി പ്രത്യേകമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. കാരണം TG മോഹൻദാസിന്റെ ആക്ഷേപങ്ങൾ ബാധിക്കാത്ത ഒരാളുടെ പരാതിയിലാണ് നിലവിൽ കേസെടുത്തത്. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത് ആ രീതിയിൽ തന്നെ ആ കേസിനെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം അതിൽ തന്നെ കോടതി വ്യക്തമാക്കുന്നു. വനിതാ സാമൂഹ്യ പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. യുവജന സംഘടനകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ പരാതി നൽകിയിരുന്നു. അതിലൊന്നും കേസെടുക്കാതെ പോലീസ് കേസെടുത്തതാകട്ടെ SDPIയുടെ പരാതിയിലാണ്. അത് ആ കേസിനെ ദുർബലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ചുരുക്കത്തിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ പിഴവുകളും ഉൾപ്പെടുത്തി ഒരു റിമാൻഡ് റിപ്പോർട്ട് അടക്കം പോലീസ് കോടതിയിൽ നൽകുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നും വീഴ്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ TG മോഹൻദാസിന് ജാമ്യമടക്കം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അവന്തിക, അതായത് ഷീജ, ഈ TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തിന് ശേഷം നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ പോലീസ് അതിലൊന്നും ഒരു നടപടിയും എടുത്ത് നമ്മൾ കണ്ടില്ല. ഈ അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം ആഭ്യന്തരമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറയുകയുണ്ടായത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്. അതായത് ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വലിയൊരു കാലതാമസം വന്നിട്ടുണ്ട്. അത് തന്നെയല്ലേ ഇപ്പോൾ ഈ കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? തീർച്ചയായും ആ അറസ്റ്റ് ചെയ്യുന്നതിലെ കാലതാമസത്തിനപ്പുറത്തായിട്ട് അവന്തിക, കോടതി പ്രധാനമായും പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകളാണ് എന്നീ പറയുന്നത്. കാരണം ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ തന്നെ അത് കോടതിയിൽ പ്രതിഭാഗം ചോദ്യം ചെയ്താൽ സ്വാഭാവികമായും പ്രതിക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഏതൊരു പോലീസുകാരനും അറിയുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ലൂപ്പ് ഹോളുകൾ എല്ലാം തന്നെ കേരള പോലീസ് ഇട്ടുകൊണ്ടാണ് TG മോഹൻദാസിനെ
അറസ്റ്റ് ചെയ്തത്, അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്, കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദം നടന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ACGM കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. കോടതിയുടെ ഈ ഒരു ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പിലും അത് തന്നെയാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിനെതിരെ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതിൽ നിന്നും മുഖം രക്ഷിക്കുക എന്നതിന്റെ ഭാഗമായി പേരിനൊരു അറസ്റ്റ്, അതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇളവുകളും എല്ലാ ലൂപ്പ് ഹോളുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിരുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. TG മോഹൻദാസിന് ജാമ്യം ലഭിക്കണം എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ അത് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അവന്തിക. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഈ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ TG മോഹൻദാസിന്റെ വിവാദ പരാമർശം അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് വഴിവെച്ചത്. അതായത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളൊക്കെ വെടിവെച്ച് കൊല്ലണമെന്നാണ് TG മോഹൻദാസ് നടത്തിയ വിവാദ പരാമർശം. അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശവും അദ്ദേഹം നടത്തിയിരുന്നു. ഇതിനെതിരെ ആദ്യം തന്നെ വലിയ രീതിയിലുള്ള പരാതികൾ നൽകിയിരുന്നു, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വൈകി, അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ല എന്നതാണ് വ്യക്തമായ ഒരു കാര്യം. ഈ ആഭ്യന്തരമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു കൃത്യമായ മറുപടിയില്ല. ഞാനാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടേണ്ടത് എന്നാണ് അന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അതിന് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലോ അല്ലെങ്കിൽ നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നും കേസെടുക്കാതെ, അല്ലെങ്കിൽ ഈ സ്ത്രീത്വത്തെ അപമാനിച്ച തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി അതിനെതിരെ പരാതി വന്നിട്ടുണ്ട്, അതിലൊന്നും കേസെടുക്കാതെ SDP നൽകിയ പരാതിയിൽ മാത്രം കേസെടുത്തു തുടങ്ങിയ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലീസിന് നേരെ ഇപ്പോൾ കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച എണ്ണി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് കോടതി. അതായത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് വൈകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. UDF-ഉം BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ട് കാരണമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് അടക്കമുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്ന് അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് കണ്ണിൽ പൊടിയിടാൻ എന്ന വിധം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനെതിരെയാണ് ഇപ്പോൾ കോടതി വലിയ രീതിയിലുള്ള വിമർശനം പോലീസിന് നേരെ ഉന്നയിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.